ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ആദ്യമേ തന്നെ അമേരിക്കയിൽ ട്രംപിൻ്റെ അത്താഴ വിരുന്നിനിടയിൽ നടത്തിയ ഷൂട്ട് ഔട്ട്, അത് ശരിക്കും കാലിഫോർണിയ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന, അതുപോലെ തന്നെ ലോസ് ഏഞ്ചൽസിൽ ടീച്ചിങ് പ്രൊഫഷണൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 31 വയസ്സ് യുവാവാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇൻറ്റൻഷൻ ഇതിൻ്റെ പുറകിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളാണോ എന്നതിനെക്കുറിച്ച് വ്യക്തതയൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഈ വ്യക്തി കമലാ ഹാരിസിന് ഡൊണേഷൻ, ഇലക്ഷൻ്റെ സമയത്ത് ഡൊണേഷൻ എന്നുള്ള രീതിയിൽ ഒരു $25 ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഇത് ലെഫ്റ്റിസ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്ലി മൈൻഡ് സെറ്റുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ആൻറ്റി ക്രിസ്ത്യൻ എന്നുള്ള നിലയിൽ നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. അപ്പം ഈ പുള്ളിയുടെ പേര് ശരിക്കും കാൾ തോമസ് ആലൻ എന്നാണ് ഈ വ്യക്തിയുടെ പേര്. എന്തായാലും ഇപ്പോൾ ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്, ഇൻവെസ്റ്റിഗേഷൻസ് ഓൺ ഗോയിങ്. അതാണ് നിലവിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്. പ്രധാനമായിട്ടും ഒരു വിഷയം കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. നെതന്യാഹുവിൻ്റെ എലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ ആക്രമണം, ലെബനൻ, ഈ വിഷയം ഇറാൻ, ലെബനൻ, ഗാസ, ഇതെല്ലാം തന്നെ നിർണായകമായിട്ടുള്ള വിഷയമായിട്ട് വരികയാണ്. ഇപ്പം നിലവിൽ ഈ അമേരിക്ക ഇറാൻ യുദ്ധം സ്റ്റോപ്പ് ചെയ്ത് ഒരു സീസ് ഫയറിൽ എത്തിയതിന് ശേഷം ഇസ്രായേലിൻ്റെ ഉള്ളിൽ നെതന്യാഹുവിൻ്റെ പോപ്പുലാരിറ്റിയിൽ ഇച്ചിരി ഇടിവ് നേരിടുന്നുണ്ട്. അതിനു പുറമെ ഓപ്പോസിറ്റ് പാർട്ടിയിൽ ഉള്ള 2 കക്ഷികൾ, അതായത് യായിർ ലാപിഡ് അതേപോലെ നഫ്താലി ബെന്നറ്റ്, ഇവരെ 2 പേരും കൂടി ഒരുമിച്ച് മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവർ 2 പേരും നല്ല രീതിയിലുള്ള പോപ്പുലാരിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ 2 പേരും കൂടി ഒരുമിച്ച് നെതന്യാഹുവിനെതിരെ മത്സരിക്കുമ്പോൾ നെതന്യാഹുവിന് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇലക്ഷന് മുൻകൂട്ടി ഇറാൻ്റെ വിഷയത്തിലും ലെബനൻ്റെ വിഷയത്തിലും ഗാസയുടെ വിഷയത്തിലും ഒരു തീരുമാനം, ഒരു പെർമനൻ്റ് ഡിസിഷൻ എടുത്ത് നെതന്യാഹുവിൻ്റെ ആ ഒരു കഴിവ് തെളിയിക്കേണ്ടി വരും. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ വീണ്ടും നെതന്യാഹുവിന് വരാം. അല്ല, ഇപ്പം നിലവിലെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെതന്യാഹുവിൻ്റെ പോപ്പുലാരിറ്റി ഒരിച്ചിരി ഈ 2 കൂട്ടരുണ്ടല്ലോ, നഫ്താലി ബെന്നറ്റും അതേപോലെ യായിർ ലാപിഡും, 2 പേരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നെതന്യാഹുവിന് ഇച്ചിരി ടൈറ്റ് കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമ്മൾ അതിന് പുറമെ ഒരു വിഷയം കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ യായിർ ലാപിഡ് ശരിക്കും നെതന്യാഹുവിനേക്കാളും ഒരുപടി മുകളിൽ ആക്രമണം നടത്തുന്ന വ്യക്തിയാണ്. അതും കൂടി നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കണം. പലരും വിചാരിക്കും നെതന്യാഹു മാറിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധമെല്ലാം തന്നെ പിൻവലിച്ച് അവർ മാറി നിൽക്കും എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് തെറ്റാണ്, തികച്ചും തെറ്റാണ്. യായിർ ലാപിഡ് വന്നു കഴിഞ്ഞാൽ നെതന്യാഹു ഇതിനേക്കാളും ഭേദമാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലായിരിക്കും ആക്രമണങ്ങൾ. അത് വളരെ വ്യക്തമായിട്ട് ഓർത്തു വെച്ചേക്കണം. കാരണം ഇസ്രായേലിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ചരിത്രബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാകും ഞാൻ എന്താണ് പറയുന്നത്. അല്ലാതെ അവിടെ ഒരു പ്രൈം മിനിസ്റ്റർ മാറിയത് കൊണ്ട് ഇസ്രായേലിൻ്റെ എയിമിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അതുപോലെ ട്രംപിൻ്റെ ഡിന്നറിൽ നടന്ന ഷൂട്ട് ഔട്ടിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ഇത്രത്തോളം ഡെമോക്രസി ഉള്ള ഒരു രാജ്യത്തിൽ തോക്ക് ഇത്ര എളുപ്പത്തിൽ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയിൽ അവിടുത്തെ ലോ ബൈൻഡ് ചെയ്തിരിക്കുന്നത് വളരെ വളരെ ബാലിശമാണ് എന്നുള്ള നിലയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, വളരെ ബാഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണെന്നാണ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ ട്രംപിനെ വിളിക്കുകയും ചോദിച്ചറിഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ്, ഓക്കെ ആണോ എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലായിട്ടുണ്ട്. കാരണം ട്രംപിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ പറ്റാത്ത രീതിയിൽ വിഷമിച്ചിരിക്കുമായിരുന്നു കീർ സ്റ്റാർമർ. അപ്പം വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഇറ്റ്സ് ഓക്കെ, അത് ഞങ്ങളുടെ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വിദഗ്ധമായിട്ട് തന്നെ ആ ഷൂട്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സോ ഡോണ്ട് വറി, ഐ എം സേഫ്, കംപ്ലീറ്റ്ലി സേഫ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആ വിഷയം കീർ സ്റ്റാർമർ പങ്കുവച്ചിട്ടുണ്ട്. ട്രംപ് ഈ ഓപ്പർച്യൂണിറ്റി മുതലെടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, അതായത് അബ്രഹാം ലിങ്കനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെയാണ് ആൾക്കാർ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ ആ ഗ്യാപ്പിൽ ഗോളടിച്ചിരിക്കുകയാണ് ട്രംപ്. അവസരം നോക്കി നിൽക്കുകയാണ്. എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വലിയ രീതിയിൽ പോസ്റ്ററാക്കാൻ ട്രംപിന് ഒരു ഞൊടിക്കുന്ന ടൈം മതി. അതാണ് പുള്ളിക്കാരൻ്റെ ഒരു ശൈലി. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന അബ്രഹാം ലിങ്കൻ കറുത്തവർഗത്തിന് വേണ്ടിയിട്ട് പൊരുതി അമേരിക്കയിൽ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇക്വാലിറ്റി ഇതുവരെ വന്നിട്ടില്ല. എന്നാലും വെളുത്ത വർഗത്തിന് വേണ്ടിയിട്ട് നിലപാടെടുത്തിരിക്കുന്ന ട്രംപ് അബ്രഹാം ലിങ്കനെ കോട്ട് ചെയ്യുന്ന ഒരു വിരോധാഭാസം, അതാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ഡോളറിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്.
അത് വളരെ ഓപ്പണായിട്ട് ട്രംപ് തുറന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡോളറിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്, ഡോളർ ആധിപത്യം വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ അമേരിക്കയുടെ ജനങ്ങൾ വീണ്ടും എന്നെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട് എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ അധികാരമോഹം അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ട്രംപ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അടുത്ത പോസിബിൾ കാൻഡിഡേറ്റ് ആയിട്ടുള്ള JD വാൻസിനെ ഓൾറെഡി തന്നെ അവർ വൈസ് പ്രസിഡന്റായിട്ട് നിയമിച്ച് ട്രംപിനോടൊപ്പം തന്നെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം ഇതിനെല്ലാം ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ, അതിനനുസരിച്ചല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ തന്നെ നിരന്തരമായിട്ട് കസേരയിൽ ഇരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇച്ചിരി മോശപ്പെട്ടൊരു കാര്യമായിട്ടാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അവസരങ്ങൾ മറ്റുള്ളവർക്കും കൂടി കൊടുക്കുക. കാരണം ഓരോരുത്തർക്കും അവസരമുണ്ടല്ലോ. പല പുതിയ ആൾക്കാർ വരുമ്പോൾ പുതിയ തരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ പോസിബിലിറ്റീസിനെയൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ട് ട്രംപ് ഒരിക്കൽ കൂടി അമേരിക്ക ഭരിക്കണമെന്ന് വിചാരിക്കുന്നതിൽ യാതൊരു ധാർമ്മികതയുമില്ല. ശരിക്കും പുള്ളിയുടെ ആശയങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടി വഴി അടുത്ത ഭരണകർത്താവിന് കൈമാറുക, അതാണ് വേണ്ടത്. കാരണം ആ സ്പീച്ചിന്റെ ഇടയിലും പുള്ളിക്കാരൻ പാകിസ്ഥാന്റെ പേരെടുത്ത് പറയാൻ മറന്നില്ല. പാകിസ്ഥാനും അസീം മുനീറിനും താങ്ക്സ് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ നൗ ഡേയ്സ് സംസാരിക്കാൻ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ഒന്നുമില്ല, പാകിസ്ഥാന് കൃത്യമായിട്ടൊരു മെസ്സേജാണ് ട്രംപ് കൊടുക്കുന്നത്. ആ മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, അമേരിക്കയുമായിട്ട് ചർച്ച വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോയ ഇറാനെ തിരിച്ച് വരുത്തുക, അവിടെ വരുത്തി അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക. ആ മൊമെന്റ് റീക്രിയേറ്റ് ചെയ്യണം ട്രംപിന്. അതാണ് ഇപ്പോൾ ട്രംപിൻ്റെ ആവശ്യം. അപ്പോൾ എന്തായാലും ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഒമാൻ വഴി ഇപ്പം ശ്രമിക്കുന്നുണ്ട്. ഇറാൻ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ ഒമാനിലേക്ക് പോയി. ഒമാനിൽ നിന്ന് തുർക്കിയിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അവിടെ സംഭവം വെച്ചാൽ ഒമാനിൽ എത്തിയിട്ട് ഒമാൻ്റെ സുൽത്താനുമായിട്ട് വളരെയധികം നീണ്ടൊരു ചർച്ചയാണ് ഇറാൻ അവിടെ നടത്തിയത്. അപ്പോൾ അവിടെ അബ്ബാസ് അറക്ചി പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ടീഷൻസ് എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് ഒമാനിൽ നിന്നും കിട്ടിയ മറുപടി തിരിച്ച് അമേരിക്കയുമായിട്ട് നെഗോസിയേഷനിൽ ഏർപ്പെടണം എന്നുള്ളതാണ്. എല്ലാവരുടെയും അഭിപ്രായം അതാണ്. ഒമാനിൽ നിന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫോൺ കോൾ സൗദി അറേബ്യയ്ക്ക് പോകുന്നുണ്ട്. സൗദി അറേബ്യയുടെ റെപ്രസെൻറ്റേറ്റീവുമായിട്ട് പ്രൈം മിനിസ്റ്ററുമായിട്ട് അബ്ബാസ് അറക്ചി സംസാരിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയ ഉപദേശം എന്ന് പറഞ്ഞാൽ നെഗോസിയേഷനിലേക്ക് പോകുക എന്നുള്ളതാണ്. അതുപോലെ തുർക്കിയിലേക്ക്, ഇസ്താൻബുളിലേക്ക് അടുത്ത് പോകാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്താൻബുളിലേക്ക് ഒരു ഫോൺ വിളിക്കുന്നു. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഫസ്റ്റ് നെഗോസിയേഷനിൽ പോവുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ചയാവാം എന്നുള്ള തരത്തിലാണ് തുർക്കിയിൽ നിന്ന് മറുപടി കിട്ടിയതായിട്ട് വാർത്തകൾ വരുന്നത്. ഇനി ഒരു പക്ഷേ തുർക്കിക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമല്ല കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നിലവിലെ കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അബ്ബാസ് അറക്ചി പാകിസ്ഥാനിലേക്ക് എത്തിയതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലേക്ക് എത്തിയത്, അമേരിക്കയുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറാണോ, ഇതിനെക്കുറിച്ചൊന്നും ഓപ്പൺ ആയിട്ട് എവിടെയും പറയുന്നില്ല. പക്ഷേ വീണ്ടും പാകിസ്ഥാനിലേക്ക് പോയത് അമേരിക്കൻ ടീം അവിടെ എത്തിക്കഴിഞ്ഞാൽ സംസാരിക്കാം എന്നുള്ള നിലപാടോടുകൂടിയാണ് അബ്ബാസ് അറക്ചി പാകിസ്ഥാനിലേക്ക് മടങ്ങിയെത്തിയത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അമേരിക്ക ഇപ്പം അവരുടെ പൊസിഷൻ വളരെ വ്യക്തമാക്കുകയാണ്. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇനി പഴയതുപോലെ, അതായത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെ എത്തുന്ന അമേരിക്ക അല്ല ഇപ്പോൾ ഉള്ളത്. അമേരിക്കയ്ക്ക് കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതായത് ഇറാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കൺവേ ചെയ്യുന്നില്ല. അതിന് പകരം പാകിസ്ഥാൻ ചെയ്യുന്നത് ഇറാൻ ഇത്രാം തീയതി ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരിട്ട് സംസാരിച്ച് നമുക്ക് കാര്യങ്ങൾ തീർപ്പാക്കാം എന്നുള്ള നിലയിൽ, അതായത് ഇറാനെ വരുതിക്ക് വരുത്താനുള്ള ടാക്ടിക്സ് അമേരിക്കയുടെ കയ്യിലാണുള്ളത്. പാകിസ്ഥാൻ അതിന് കെൽപ്പില്ല. ഈവൻ ദോ ഇൻഡയറക്റ്റ് ടോക്കിൽ പോലും പാകിസ്ഥാൻ കൃത്യമായിട്ട് ആ മെസ്സേജ് കൺവേ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇറാൻ കൃത്യമായിട്ട് ഒരു ഡിസിഷൻ എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇൻവോയ്സിനെ ഞങ്ങൾ അയക്കാം എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ നിലപാട്. അതായത് ഇതിനു മുമ്പ് അമേരിക്ക കൂടുതൽ താല്പര്യത്തോടു കൂടി ചർച്ച നടത്താം എന്ന് മുന്നോട്ട് വന്നിരുന്നു. ആ സാഹചര്യത്തിൽ ഇറാൻ പിൻവലിഞ്ഞിരുന്നു. ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക ഇച്ചിരി സ്റ്റെപ്പ് ബാക്ക് ചെയ്യാണ്. അതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. അപ്പോൾ എന്തായാലും അസീം മുനീർ ഇതിൻ്റെ ഇടയിൽ കിടന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇറാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഇൻവോയ്സിനെ അയച്ചു കഴിഞ്ഞാൽ ഇവിടെ ചർച്ച നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അതിനെ തുടർന്ന് ആ ഒരു ഇമ്പാക്റ്റിലാണ് ട്രംപ് ഈ സ്റ്റേറ്റ്മെന്റ് സംസാരത്തിനിടയിൽ പറഞ്ഞു വെച്ചത്. പാകിസ്ഥാന് നന്ദി അറിയിച്ചുള്ളത്. അതായത് പാകിസ്ഥാൻ അമേരിക്കയ്ക്കും ഇറാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്നുണ്ട്, വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റാണ് ട്രംപ് പറഞ്ഞത്. അതുകൊണ്ടാണ് അസീം മുനീറിന് ഒരു അപ്രിഷിയേഷൻ കൊടുത്തത്. അമേരിക്ക ഇങ്ങനെ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത ഉടനെ ഇറാന്റെ അടുത്ത പ്രസ്താവന, ഇറാൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് മാത്രമാണ് ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നത്, പക്ഷെ ഞങ്ങൾ ബാബൽ മന്ദേബും കൂടി അടയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയമാണ് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കോട്ട് ചെയ്തിരുന്നത്. ഇറാൻ അവരുടെ കയ്യിലുള്ള പോസിബിൾ ബ്ലോക്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഏരിയകളാണ്. ഒന്ന് ബാബൽ മന്ദേബ്, മറ്റൊന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമസ്.
സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിനെ കുറിച്ചും ബാബൽ മന്ദിബിനെ കുറിച്ചും ഞാൻ ഓൾറെഡി തന്നെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 മാധ്യമങ്ങൾ കൃത്യമായിട്ട് റോയിറ്റേഴ്സും അൽ ജസീറയും 2 മാധ്യമങ്ങളും ഇറാനെ കുറിച്ചൊരു വിലയിരുത്തൽ, ആ വിലയിരുത്തലിൽ കുറച്ച് ഫാക്റ്റ് ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ അതിവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇറാൻ പാകിസ്ഥാനിലേക്ക് മടങ്ങിയെത്തിയതിന് കാരണങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊന്ന്, ഇറാൻ ഇപ്പം നിലവിൽ എക്കണോമിക്കലി ഭയങ്കര വീക്കാണ്. 2, അവരുടെ ട്രേഡ് കംപ്ലീറ്റ് തകർന്നു കിടക്കാണ്. ഷിപ്മെന്റ്സ് കംപ്ലീറ്റ് അമേരിക്ക സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, മെഡിക്കൽ സർജറിക്ക് വേണ്ട കാര്യങ്ങൾ, അതേപോലെ അവരുടെ ലൈഫ് സേവിങ് മെഡിസിൻസ് കംപ്ലീറ്റ് ബ്ലോക്കേഡ് ആയിരിക്കുകയാണ്. അതുപോലെ അവരുടെ റവന്യൂ പ്രൊഡക്ഷൻ തകർന്നിരിക്കുകയാണ്. നിലവിൽ അത്യാവശ്യ ചെലവിന് ഡേ ടു ഡേ റൊട്ടേഷനിൽ വരുന്ന റവന്യൂ പോലും ഇപ്പോൾ ക്രിയേറ്റ് ആകുന്നില്ല എന്നുള്ളതാണ് അവരുടെ കൺസേൺ. ഇതൊക്കെയാണ് ഇറാനെ ഒരുപക്ഷെ പാകിസ്ഥാനിലേക്ക് മടങ്ങി വരാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്നാണ് ഈ പത്രങ്ങൾ പറയുന്നത്. അതൊരു പരിധിവരെ ഇതിനു മുമ്പ് തന്നെ നമ്മൾ വായിച്ചെടുത്തതും പലതവണ ഈ വിഷയം ആവർത്തിച്ച് നമ്മളുടെ വാർത്തയിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. ഇപ്പൊ സൗദി, ഒമാൻ ഇവർ രണ്ടുപേരും ഇപ്പൊ എന്താണ് പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞാൽ, കൃത്യസമയത്താണ് ഒമാന്റെ മുന്നിൽ ചെന്ന് എത്തിപ്പെട്ടത് അബ്ബാസ് അരക്ചി. അപ്പൊ ഇവരെ കൃത്യമായിട്ട് ഇറാനെ അമേരിക്കയുടെ പോക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് സൗദി അറേബ്യയും ഒമാനും ചെയ്തിരിക്കുന്നത്. അതായത് നീ ഇങ്ങനെ നെഗോസിയേഷനിൽ നിന്ന് വഴുതി മാറിപ്പോകണ്ട, നീ തിരിച്ച് അമേരിക്കയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്തില്ല, എൻ്റെ കയ്യിലുള്ള എൻറിച്ച്ഡ് യുറേനിയം മൊത്തത്തിൽ ഞാൻ കൈമാറാം, ഈ സംഗതി പറഞ്ഞ് നീ ഒപ്പിട്ട് കൊടുക്കൂ എന്നുള്ളത് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അല്ലാതെ ഇറാനെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ സപ്പോർട്ടും തരാമെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയച്ചതല്ല. ഇത് ഇറാന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി. കാരണം ഇപ്പം നാളെ അമേരിക്ക യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേ ഒമാനിലേക്കും ഇതേ സൗദി അറേബ്യയിലേക്കുമാണ് ഇറാൻ ആക്രമണം നടത്താൻ പോകുന്നത്. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതിനെ നോക്കിക്കാണാൻ. അതുപോലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്രായേൽ അവരുടെ അയൺ ഡോം UAE കൊടുക്കുകയാണ്. ഇപ്പം ഇൻ ട്രാൻസിറ്റിലാണത്. ഇസ്രായേലിൽ നിന്നും UAE വന്നുകൊണ്ടിരിക്കുകയാണ് അയൺ ഡോം. ഇത് വളരെ നിർണായകമായിട്ടുള്ള ചരിത്ര പ്രാധാന്യം നിറഞ്ഞൊരു വിഷയമാണിത്. അത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ഇസ്രായേൽ അവരുടെ ആ ഒരു ടെക്നോളജി UAE കൈമാറുകയാണ്. അത്രമാത്രം വിശ്വസ്തത, അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. UAE വ്യത്യസ്തമായ ഒരു രാജ്യമായിട്ട് നിലകൊള്ളുകയാണ് മിഡിൽ ഈസ്റ്റിൽ. അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസിഷൻ ആയിട്ടാണ് എനിക്കിതിനെ വിശേഷിപ്പിക്കാൻ തോന്നുന്നത്. കാരണം UAE മാതൃകയാക്കിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള പല ഇസ്രായേലിന്റെ ഇതേ ഡിഫൻസ് സെക്യൂരിറ്റി മാതൃകയിൽ വന്നു ചേരും എന്നുള്ളതാണ് ഫ്യൂച്ചറിസ്റ്റിക് പ്രഡിക്ഷൻ. ഇതാണ് കൃത്യമായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ ഡോമിനേഷൻ, മിഡിൽ ഈസ്റ്റിനെ ഇസ്രായേൽ കൺട്രോളിൽ കൊണ്ടുവരും എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഇതാണ്. അതിന്റെ തുടക്കമാണിത്. ശരിക്കും ഇത് ഇറാന്റെ ഒരു പരാജയം കൂടിയാണ്. കാരണം ഈ ഏരിയയിലെ ഡോമിനേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇറാൻ, മറ്റൊന്ന് തുർക്കി, മറ്റൊന്ന് സൗദി അറേബ്യ. ഈ 3 പേരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്രായേലിൻ്റെ ഡിഫൻസ് സെക്യൂരിറ്റി വളരെ ഓപ്പണായിട്ട് സ്വന്തം രാജ്യത്തേക്ക് സ്വീകരിച്ചുകൊണ്ട് UAE മാതൃകയാവുകയാണ്. ഇത് മിഡിൽ ഈസ്റ്റിലെ റീജിയണൽ സെക്യൂരിറ്റിയിൽ വളരെ നിർണായകമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇനി ഇത് ഈ അയൺ ഡോം UAE കൊടുത്ത വിഷയം കൃത്യമായിട്ട് വർക്കൗട്ട് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറാന് മേളിൽ ആക്രമണം നടത്തണം. അപ്പോൾ ഇറാൻ എന്ത് ചെയ്യും? തിരിച്ച് UAE മേളിൽ ആക്രമണം നടത്തും. UAE അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ട് ശക്തമായ രീതിയിൽ ഇതിനെ റിറ്റാലിയേറ്റ് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ UAEയുടെ ഈ ഒരു നിലനിൽപ്പ്, അതാണ് ഇസ്രായേലിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് വിഷൻ. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ മറ്റുള്ള അറബ് രാജ്യങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയായിരിക്കും അത്. ഇത് നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് നടക്കാനുള്ള സാധ്യത, പോസിബിലിറ്റീസ് ഒരു 95% പോസിബിലിറ്റീസ് ഉണ്ട് എന്നാണ് വിലയിരുത്തൽ. അതിനുള്ള ഒരു ടെസ്റ്റ് ഡ്രൈവാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത്. ലെബനന്റെ ഉള്ളിൽ 7 വില്ലേജുകൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നെതന്യാഹു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 7 വില്ലേജുകൾ സൗത്ത് ലെബനാന്റെ ഭാഗത്തു നിന്നാണ് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് സൗത്ത് ലെബനാനിലുള്ള കംപ്ലീറ്റ് വില്ലേജുകളും സീസ് ചെയ്യാനുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇറ്റ് മീൻസ് ലെബനാന്റെ ഉള്ളിൽ കൂടുതൽ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്താനാണ് ഇസ്രായേലിന്റെ തീരുമാനം. الله أكبر يا شباب، جريمة على الدوار، جريمة في 500 سيارة عليكم، جريمة، عمل جريمة على الدوار. الله أكبر، الله أكبر.
ട്രംപ് ശക്തമായിട്ട് നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അത് തന്നെയാണ് എല്ലാവരുടെയും പേടി. കാരണം ട്രംപ് പിന്തുണയ്ക്കുന്ന പലരും ഇലക്ഷനിൽ പരാജയപ്പെടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഹംഗറിയിലെ വിക്ടർ ഓർബൺ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഇലക്ഷനാണിത്. എനിവേ നെതന്യാഹുവിന്റെ കാര്യത്തിൽ അത് എങ്ങനെ ആയിത്തീരും എന്നുള്ളത് നമുക്കറിയില്ല. ലെറ്റ് us see. അതുപോലെ മാലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്. മാലിയിൽ തുടർച്ചയായിട്ട് അവിടെ തീവ്രവാദ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ജുങ്ത ഗാർഡ് എന്ന് പറഞ്ഞ ആർമിയാണ് അവിടെ ഇപ്പം നിലവിൽ ആ രാജ്യത്തുള്ള ഒഫീഷ്യൽ ആർമിയായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയുടെ പ്രോക്സികളായിട്ടുള്ള വാഗ്നർ ഗ്രൂപ്പാണ്. ഈ വാഗ്നർ ഗ്രൂപ്പ് ശരിക്കും ഈ FLA എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയുടെ അടുത്ത് പെട്ടിരിക്കുകയാണ്. അതായത് വാഗ്നർ ഗ്രൂപ്പിന്റെ കുറച്ച് ആൾക്കാരെ ഈ FLA എന്ന് പറഞ്ഞ ഭീകരവാദികൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരെ ബന്ദികളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വാഗ്നർ ഗ്രൂപ്പ് അവിടെ കിടന്ന് പെടാപ്പാട് പെടുകയാണ്. ഇതാണ് വാർത്ത. ഇതിനകത്ത് മാലിയിൽ റെഡ് കളറിൽ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഏരിയ എല്ലാം തന്നെ ഒരുവിധം ഈ മാലിയുടെ ഗവൺമെന്റ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ജുങ്ത ഗാർഡ് കൺട്രോളിലുണ്ട്. പക്ഷേ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ടല്ലോ, അൾജീരിയയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ കുറച്ച് ഗ്രീൻ കളറിൽ അവിടെ ശക്തമായ രീതിയിൽ ഈ ഭീകരർ പിടിമുറുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ 3 ഗവൺമെന്റ് ക്വാർട്ടേഴ്സുകൾ അവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുള്ളിൽ താമസിച്ചിരുന്ന ആൾക്കാരെ അവർ ബന്ദികളാക്കിയിട്ടുണ്ട്. അതുപോലെ മാലിയിലെ ഡിഫൻസ് മിനിസ്റ്റർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ സമയത്ത് ഡിഫൻസ് മിനിസ്റ്ററിന്റെ വസതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ ഡിഫൻസ് മിനിസ്റ്റർ ആ വസതിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ ആ ഡിഫൻസ് മിനിസ്റ്റർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത്. മാലിയിൽ ഇപ്പോഴും ക്ലാഷ് തുടരുകയാണ്. ശക്തമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടക്കുകയാണ്. അതാണ് മാലിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്. ഇപ്പം ജുങ്ത ഗാർഡും വാഗ്നർ ഗ്രൂപ്പും കൂടി ചേർന്നിട്ടാണ് ഈ തീവ്രവാദികൾക്കെതിരെ പടപൊരുതുന്നത്. ഇന്നലെ വൈറലായ ഒരു വീഡിയോയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ ഒരു ബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ബോക്സിംഗ് വീഡിയോയിൽ തുർക്കിയുടെ പ്രതിനിധിയും റഷ്യയുടെ പ്രതിനിധിയും രണ്ടുപേരുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മത്സരത്തിൽ ഏർപ്പെടുന്നത്. ഇതിൽ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി റഷ്യയുടെ ബോക്സർ വിജയിച്ചു. റഷ്യയുടെ ബോക്സർ വിജയിച്ച ഉടനെ ഈ തുർക്കിയുടെ ബോക്സർ ഉണ്ടല്ലോ, ഈ തുർക്കിയുടെ ബോക്സർ എന്താണ് വെച്ചാൽ ഈ റഷ്യയുടെ ബോക്സറിനെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്ന ആ ഒരു ടൈം, ഈ കൈ ഉയർത്തി വിജയിയെ പ്രഖ്യാപിക്കുമല്ലോ, ആ ടൈമിൽ ഈ തുർക്കിയുടെ തോറ്റ ബോക്സർ പോയിട്ട് ഈ റെഫറിയെ തല്ലാൻ പോവുകയാണ്. അങ്ങനെ റെഫറിയെ തല്ലാൻ പോകുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ ചറ പറയാന്ന് സൈഡിൽ നിന്നൊക്കെ വന്ന് റെഫറിയല്ല അറ്റാക്ക് ചെയ്തത്, മറിച്ച് ഈ റഷ്യയുടെ ബോക്സറെ അറ്റാക്ക് ചെയ്ത് അവശ നിലയിലാക്കിയതായിട്ടാണ് വാർത്ത. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അതായത് തുർക്കി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ്, ഒരു മത്സരത്തിലെ വിജയിയെ പോലും ഉൾക്കൊള്ളാൻ അവരുടെ മാനസികാവസ്ഥ തയ്യാറല്ല. ഇത് പൊതുവിൽ ഇങ്ങനെ തന്നെയാണ് ഇന്റർനെറ്റിൽ വിമർശിക്കപ്പെടുന്നത്. അപ്പം ഇതിന് ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര ബോക്സിംഗ് കമ്മിറ്റി ഇതിനകത്ത് എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ തുർക്കിയെ ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്യൂച്ചർ മത്സരങ്ങളിൽ നിന്നും അവരെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എത്ര നാളത്തേക്ക് നമുക്കറിയില്ല. ഈ റഷ്യയുടെ ബോക്സർ തീരെ അവശനായിരിക്കുകയാണ് ഈ മോബ് ലിഞ്ചിങ് ആക്രമണത്തിൽ. ഇതിനെ മോബ് ലിഞ്ചിങ് എന്ന് പറഞ്ഞാൽ പോരാ, പർപ്പസ്ഫുള്ളി മനഃപൂർവ്വം ചെയ്ത കുറ്റകൃത്യമാണ്. ഇതാണ് ഇന്റർനെറ്റിൽ വൈറലായ ഒരു വീഡിയോ. നമുക്ക് മറ്റൊരു ചാനലും കൂടി ഉണ്ട്, ഇൻസൈറ്റ്സ് ഗ്ലോബൽ മലയാളം എന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. സമയമുള്ളപ്പോൾ നിങ്ങൾ ആ ചാനലും കൂടി ഒന്ന് കണ്ടു നോക്കുക. തികച്ചും വ്യത്യസ്തമായ വീഡിയോകൾ, ഇതേപോലെ ജിയോ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ, ഇതൊക്കെ അതിനകത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. പരമാവധി ന്യൂസിൻ്റെ ഒത്തൻറ്റിസിറ്റി അതേപോലെ ജെന്യൂനിറ്റി എല്ലാം തന്നെ കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനലിൽ എത്താൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും വളരെ വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.